ഇന്ന് നമുക്ക് കോട്ട മെറ്റീരിയലിൽ ഓൾ ഓവർ ദ ബോഡി സെൽഫ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ കോട്ട മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം, സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്ന കോതമംഗലത്ത് നിന്ന് മൂന്നാർ പോകുന്ന ഹൈവേ സൈഡ് കുത്തുവഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. കോതമംഗലം ടൗണിൽ നിന്ന് ഒരു 2 to 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക്. അപ്പോൾ ഡയറക്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അങ്ങനെയും നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബേബി പിങ്ക് ടോൺ, നല്ല ബ്യൂട്ടിഫുൾ കളറാട്ടോ. ഇതിനകത്ത് വന്നിരിക്കുന്ന കളേഴ്സ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ്. കോട്ട മെറ്റീരിയലാണ്. അതിനകത്ത് കണ്ടോ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഒരു എംബ്രോയിഡറി വർക്കാണ്. അപ്പോൾ ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്നത് കൊണ്ട് തന്നെ അതൊട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല. അതുമല്ല നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല ഓൾ ഓവർ ദ ബോഡി എംബ്രോയിഡറി വർക്ക് ആണെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സാരി ഉടുക്കാനായിട്ട്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരീസാണ്. ഏത് ഒക്കേഷനിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണിത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ബോർഡേഴ്സിലും ഒരു ജസ്റ്റ് ഇതേപോലെ ഒരു ലേസ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഫുൾ ബോഡി ഈ ഒരു വർക്ക് വരും. നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പം എല്ലാ എംബ്രോയിഡറി സാരിയിലും വരുന്ന പോലെ തന്നെ ഇതേപോലെ ലോവർ പോർഷനിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് മെയിൻ്റനൻസ് ഭയങ്കര ഈസി ആട്ടോ, കാരണം ഇത് സ്റ്റാർച്ച് ചെയ്യേണ്ട, വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് അയൺ ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അതേപോലെ തന്നെ കിടന്നോളും ഈ സാരിയൊക്കെ. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഈ സെയിം ടോണിൽ തന്നെ വരുന്ന ഇതേപോലെ ആ ഒരു സെയിം മെറ്റീരിയലിൽ വരുന്ന ബ്ലൗസ് പീസ്, ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2480 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ തന്നെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെൽഫ് വർക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു സാരി. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ലാവൻഡർ ടോൺ. എല്ലാം നല്ല കളേഴ്സാട്ടോ. ലാവൻഡർ ടോൺ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഇതേപോലെ സെയിം എംബ്രോയിഡറി, സെൽഫ് ടോണിൽ വന്നിരിക്കുന്ന സെയിം എംബ്രോയിഡറി, ബ്യൂട്ടിഫുൾ ലാവൻഡർ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ്. യെല്ലോ എന്ന് പറഞ്ഞാൽ അല്പം ഒരു ക്രീം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു യെല്ലോ ഇല്ലേ, അതേപോലത്തെ ഒരു യെല്ലോ ഷെയ്ഡ്. ഒട്ടും അങ്ങനെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡൊന്നുമല്ല, ഭയങ്കര ലൈറ്റും അല്ല, മീഡിയം ടോണിൽ നിൽക്കുന്ന ഷെയ്ഡ്സ്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു പീച്ച്, ഒരു ഉണ്ടോ ഡാർക്കർ ടോൺ അല്ല, ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് വരുന്ന പീച്ച്. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ. പിസ്ത ഗ്രീനും ഒരു ലൈറ്റർ ടോണിലേക്ക് വരുന്ന പിസ്ത ഗ്രീൻ. ഒത്തിരി ഡാർക്ക് അല്ല കേട്ടോ, ഇതൊന്നും ഒരു മീഡിയം ടോണിൽ നിൽക്കുന്ന നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് പിസ്ത ഗ്രീൻ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കോട്ട സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.